കത്വയിലെ തെരച്ചിലിന് പ്രത്യേകത ഏറെയുണ്ടല്ലോ. ആ മേഖലയിൽ കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന പുറത്തുവിട്ട ചിത്രങ്ങളിൽ പറയുന്ന പഹൽഗാമിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരരെത്തിയിട്ടുണ്ട് എന്ന് പ്രദേശവാസികൾ ഒരു മൊഴി നൽകിയിട്ടുണ്ട്, ഒരു വിവരം നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ആ മേഖലയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാണോ ബൽറാം? വിജയകുമാർ, ഇത്തരത്തിൽ ഒരു മൊഴി, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ സൈന്യം പുറത്തുവിട്ട ചിത്രങ്ങളിൽ സാമ്യമുള്ള ഒരാളെ കണ്ടതായുള്ള മൊഴി ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കത്വ മേഖലയിലെ വനമേഖല ഉൾപ്പെട്ട പ്രദേശത്താണ് തെരച്ചിൽ നടത്തുന്നത്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് അയച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ്. ഈ ഒരു തെരച്ചിലിന്റെ കത്വ മേഖലയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. വീടുകളിൽ എത്തി സുരക്ഷാ സേന വിവരങ്ങൾ ശേഖരിക്കുന്നു. ഏതെങ്കിലും മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ മേഖലയിൽ ഈ ഭീകരരെത്തി എന്ന് വിവരം നൽകിയത് ഒരു സ്ത്രീയാണ്. ആ ചിത്രങ്ങളിൽ കാണുന്ന ഭീകരരെ അവിടെ കണ്ടു എന്നാണ് അവർ പറയുന്നത്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു, പരിഹരിച്ചു. ബൽറാമിന് തുടരാം. വിജയകുമാർ, ഈ ഒരു ഓപ്പറേഷന്റെ അതിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന് വേണ്ടി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സുരക്ഷാ ഏജൻസികൾ തയ്യാറായിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതായി സംശയിക്കുന്ന ഭീകരരുടെ ചിത്രങ്ങൾ, പുറത്തുവിട്ട ചിത്രങ്ങളിൽ സാമ്യമുള്ള ഒരാളെ കണ്ടതായി മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ മൊഴിയിലെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ അന്വേഷണത്തിന്റെ ഈ തെരച്ചിലിന്റെ പുരോഗതി എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സുരക്ഷാ സേന തയ്യാറായിട്ടില്ല. അത് ഈ തെരച്ചിലിനെ ഉൾപ്പെടെ ബാധിക്കുമോ അതിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അതിന്റെ പൂർണ്ണമായുള്ള രഹസ്യാത്മകത സൂക്ഷിക്കുന്നത്. അതേസമയം ഈ മേഖലയിൽ മാത്രമല്ല തെരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ഭീകരർ പലരായി പിരിഞ്ഞു പോയിരിക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഒന്നിച്ച് പോയാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ 4 പേർ അല്ലെങ്കിൽ ഇവരോടൊപ്പം കൂടുതൽ പേർ ഉണ്ടെങ്കിൽ അവർ പല വഴിക്ക് പോയതാകാനുള്ള സാധ്യതയും സുരക്ഷാ സേന കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ബൈസരൻ താഴ്വരയിൽ അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രധാന തടസ്സമായി നിൽക്കുന്നത് ആകാശമാർഗമുള്ള തെരച്ചിലുകൾ അത് പ്രായോഗികമല്ലാതാകുന്നു. വളരെ തിക്കി നിറഞ്ഞ പൈൻമരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള തെരച്ചിൽ സാധ്യമല്ലാത്തതിനാൽ മനുഷ്യരെ ഇറക്കി, സുരക്ഷാ സേനയെ ഇറക്കിയുള്ള തെരച്ചിൽ മാത്രമാണ് പൂർണ്ണമായും ഈ മേഖലയിൽ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നത്. കൂടാതെ ഈ മേഖല എന്നുള്ളത് വലിയ വിസ്തീർണമുള്ള ഒരു പ്രദേശമാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഈ തെരച്ചിൽ കൂടുതൽ സമയം നീളുന്നത് എന്നാണ് ഈ സുരക്ഷാ സേനയിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ മേഖലയിൽ നിന്നായാലും പുറത്തു കടക്കാൻ ഭീകരർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് സുരക്ഷാ സേന. കൂടാതെ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ അത് കൂടി ഏറെ നിർണായകമാകും ഈ ഒരു തെരച്ചിൽ ഓപ്പറേഷന് എന്നുമാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് 1500-ലേറെ പേർ ഇതിനകം തന്നെ ജമ്മു കശ്മീർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണത്തിൽ പങ്കെടുത്തതായി തെളിവുകൾ ലഭിച്ച 2 കശ്മീർ സ്വദേശികളുടെ ബന്ധുക്കൾ അടക്കമുള്ളവരാണ് 1500ഓളം പേർ കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ പുറത്തുവിട്ട ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നതിനായി പല ഫോൺ കോളുകളും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഭീകരർക്കായി താഴ്വരയിൽ തുടരുന്നത്. വിജയകുമാർ. യെസ്, ബൽറാം സൂചിപ്പിച്ചതുപോലെ കത്വയിൽ മാത്രമല്ല വിവിധ മേഖലകളിൽ, കശ്മീരിൽ വിവിധ മേഖലകളിൽ ഈ തെരച്ചിൽ തുടരുകയാണ്. പലയിടത്തും സുരക്ഷാ സേന വീടുകളിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ ഭീകര കേസുകളിൽ, തീവ്രവാദ കേസുകളിൽ പെട്ട ആളുകളുടെ വീടുകളിൽ ഉൾപ്പെടെ ഈ പരിശോധന നടക്കുന്നുണ്ട്. NIA സംഘവും ഈ പരിശോധനയ്ക്കൊപ്പമുണ്ട്. ജമ്മു കാശ്മീർ പോലീസിന്റെ സഹായവും ഈ പരിശോധനയ്ക്ക് സുരക്ഷാ സേനയ്ക്കൊപ്പം അവരുടെ സാന്നിധ്യവുമുണ്ട്. അങ്ങനെ വിപുലമായി വിവിധ ഏജൻസികൾ ഒരുമിച്ച് ചേർന്നുള്ള പരിശോധനയാണ്. ഒരുപക്ഷെ ഈ രാത്രിയിൽ നിർണായക വിവരങ്ങൾ കത്വയിൽ നിന്നോ അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചേക്കാം എന്നാണ് സൂചന.